തിരുവനന്തപുരം ശാസ്തമംഗലത്ത് സുരക്ഷാ ഭിത്തി ഇടിഞ്ഞു വീണ് വീടിന് കേടുപാട്. സ്വകാര്യ ആശുപത്രിയുടെ ഹോർഡിംഗ് മറിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. ശ്രീകുമാറിന്റെ വീട്ടിലേക്കാണ് മതിലും പരസ്യ ബോർഡും ഇടിഞ്ഞു വീണത്. തോരാതെ പെയ്ത മഴയിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നിൽക്കുന്നത് ശാസ്തമംഗലത്താണ്. ശാസ്തമംഗലത്ത് ആശുപത്രിയോട് ചേർന്നുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. ഈ കാണുന്നത് സ്വകാര്യ ആശുപത്രിയാണ്. അതിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന വീട്ടിലേക്കാണ് ആ ആശുപത്രിയിലെ ഹോർഡിംഗ് മറിഞ്ഞു വീണിരിക്കുന്നത്. വലിയ നാശനഷ്ടം ഈ വീടിന് ഉണ്ടായിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ പൊട്ടി, അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാം തന്നെ കേടുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സാധനങ്ങളെല്ലാം നശിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ഈ മരം ഉള്ളതുകൊണ്ട് മാത്രമാണ് കൂടുതൽ അപകടം ഉണ്ടാകാതിരുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗത്തെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥൻ ശ്രീകുമാർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇത് എന്താണ് ഉണ്ടായത്? എന്തായിരുന്നു പ്രശ്നം? രാത്രി ഒരു 11:30 വല്ലാണ്ട് ശബ്ദം ഉണ്ടായി. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഈ ഹോർഡിംഗ് ഇങ്ങനെ വീണ് കിടക്കുകയാണ്, മതിലിങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. കാരണം ഈ ബ്രിഡ്ജിന്റെ പുറത്തേക്ക് അത് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജോടുകൂടി കൊളാപ്സ് ചെയ്യും. ബ്രിഡ്ജിന്റെ താഴെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് മോളും കുഞ്ഞും കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ അവരിവിടെ ഇല്ല. അതുകൊണ്ട് ഈ ഗ്ലാസ് ഒക്കെ പൊട്ടി അകത്തേക്ക് മണ്ണും ഈ സ്പ്ലിന്റേഴ്സും ഒക്കെ തെറിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. പിന്നെ മരം കുറച്ച് തടഞ്ഞു നിർത്തി. ഇത് നോക്കിയാൽ മനസ്സിലാവും ഈ ഹോർഡിംഗ് വീഴാനുള്ള കാരണം പില്ലറിട്ടല്ല കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, താഴെ മണ്ണാണ്. ഇത്രയും വലിയ ഹോൾഡിംഗ്, മെറ്റൽ ഹോൾഡിംഗ് സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ബേസ്മെന്റിനില്ല. ബേസ്മെന്റ് കോൺക്രീറ്റ് ചെയ്യണം. നോക്കൂ, അവിടെ തന്നെ എല്ലാം മണ്ണാണ്. എന്ന് മാത്രമല്ല ഈ ഹോർഡിംഗ് സ്റ്റാൻഡ് ചെയ്യുന്ന ആ ബോട്ടം പാർട്ടിൽ കോൺക്രീറ്റ് ബ്ലോക്കില്ല, ചെറിയൊരു ബ്ലോക്കാണുള്ളത്. താഴെ മുഴുവൻ മണ്ണാണ്. അപ്പോൾ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറിഞ്ഞു വീഴും. അത് ഹൈ റിസ്ക് ആണ് അടുത്ത് താമസിക്കുന്നത്. ഇപ്പോൾ ഏതായാലും തൊഴിലാളികൾ വന്ന് ഈ വീട്ടിലേക്ക് വന്ന് പതിച്ചിരിക്കുന്ന കട്ടയും അതോടൊപ്പം തന്നെ മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം തന്നെ നീക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പില്ലറിട്ട് ഈ ഹോർഡിംഗ് ചെയ്തിരുന്നെങ്കിൽ ഒരു അപകടം ഒഴിവായി. ഇത് ചെറിയൊരു കോൺക്രീറ്റ് ബ്ലോക്കിൽ മാത്രമാണ് ഈ ഇത്രയും വലിയ കൂറ്റൻ പില്ലർ നിൽക്കുന്നത്. ഏതായാലും തലനാരിടയ്ക്കാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് ഈ അപകടത്തിൽ നിന്ന്. ഒരുപക്ഷെ ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേനെ. പ്രേംശിക്കൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.